അമേരിക്കയിലെ H-1B വിസക്കാർക്ക് കാനഡയിൽ സ്ഥിരതാമസമാക്കാനും ജോലി ചെയ്യാനുമായി പ്രഖ്യാപിച്ച അതിവേഗ കുടിയേറ്റപാതയിലാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഉടൻ തന്നെ പദ്ധതി തുടങ്ങുമെന്നാണ് കനേഡിയൻ ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ചത്. അമേരിക്കൻ ഇമിഗ്രേഷൻ സംവിധാനത്തിലുണ്ടായ ഉലച്ചിലിൽ പ്രതിസന്ധിയിലായ വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുകയാണ് ഈ പുതിയ പദ്ധതിയുടെ ലക്ഷ്യം. കാനഡയുടെ ഇന്നൊവേഷൻ ഇക്കോസിസ്റ്റത്തെ ശക്തിപ്പെടുത്താനും ആരോഗ്യ സംരക്ഷണം, ഗവേഷണം, നൂതന വ്യവസായങ്ങൾ, സാങ്കേതിക വിദ്യ തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ ഏറ്റവും മികച്ച തൊഴിലാളികളെ ലഭിക്കുന്നതിനുമാണ് നിർണായക നീക്കം. US-ലെ H-1B വിസ ഉള്ളവരും മുമ്പ് ഉണ്ടായിരുന്നവരും അവരുടെ അടുത്ത കുടുംബാംഗങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടും. കാനഡയിലെ സ്ഥിരതാമസ പദവിയിലേക്ക് നേരിട്ടോ അല്ലാതെയോ വേഗത്തിൽ പ്രവേശനം നേടാൻ സഹായിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2026-നും 27-നും ഇടയിൽ H-1B വിസ ഉടമകളെ ഉൾപ്പെടെ 33,000 വിദഗ്ധരായ താൽക്കാലിക വർക്ക് പെർമിറ്റ് ഉടമകളെ സ്ഥിരതാമസത്തിലേക്ക് മാറ്റാനാണ് കാനഡയുടെ ലക്ഷ്യം. ആഗോള പ്രതിഭകളെ ആകർഷിക്കുന്നതിനും ഗവേഷണ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഈ പദ്ധതിയുടെ ഔദ്യോഗിക ലോഞ്ച് തീയതിയും യോഗ്യതാ മാനദണ്ഡങ്ങളുടെ പൂർണ്ണ വിവരങ്ങളും ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അടുത്ത മാസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് കരുതുന്നത്. 2023-ൽ കാനഡ H-1B വിസ ഉടമകൾക്കായി ഒരു താൽക്കാലിക ഓപ്പൺ വർക്ക് പെർമിറ്റ് പദ്ധതി തുടങ്ങിയിരുന്നു. 10,000 അപേക്ഷകളാണ് ഈ പദ്ധതിയിൽ അനുവദിച്ചത്. 48 മണിക്കൂറിനുള്ളിൽ തന്നെ അന്ന് അപേക്ഷാ പരിധി പൂർത്തിയായിരുന്നു. ഈ പുതിയ അവസരം US-ലെ ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് കാനഡയിൽ ഒരു പുതിയ കരിയറിനും ജീവിതത്തിനും കൂടുതൽ വ്യക്തതയും സ്ഥിരതയുമുള്ള അവസരം നൽകും. ഈ പദ്ധതിയുടെ ഔദ്യോഗിക ലോഞ്ച് തീയതിയും യോഗ്യതാ മാനദണ്ഡങ്ങളുടെ പൂർണ്ണ വിവരങ്ങളും ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അടുത്ത മാസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. US H-1B വിസയുടെ വർദ്ധിച്ച ചെലവുകളും ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള കാലതാമസവും കാരണം US-ൽ സ്ഥിരതാമസം നേടാനുള്ള അനിശ്ചിതത്വം നേരിടുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് കാനഡ സ്ഥിരവും വേഗത്തിലുള്ളതുമായ ഒരു ബദലാണ് വാഗ്ദാനം ചെയ്യുന്നത്. കാനഡയുടെ ഗവേഷണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും നിർണായക മേഖലകളിലെ തൊഴിൽ ക്ഷാമം പരിഹരിക്കുന്നതിനും ഈ പ്രതിഭകളെ ഉപയോഗിക്കുകയാണ് കാനഡയുടെ ലക്ഷ്യം. ഔദ്യോഗിക മാനദണ്ഡങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും പ്രതീക്ഷിക്കുന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇവയാണ്. US H-1B വിസ ഉള്ളവരോ അല്ലെങ്കിൽ അടുത്തിടെ ഉണ്ടായിരുന്നവരോ ആയിരിക്കണം. ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികൾക്ക്, പ്രത്യേകിച്ച് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് മേഖലകളിൽ ആവശ്യമായ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 1 വർഷത്തെ H-1B സ്റ്റാറ്റസിലുള്ള തൊഴിൽ പരിചയവും അഭിലഷണീയമാണ്. അപേക്ഷകൾ അംഗീകരിക്കുകയാണെങ്കിൽ കാനഡയിൽ ജോലിയോ അല്ലെങ്കിൽ തൊഴിൽ വാഗ്ദാനമോ ലഭിക്കും. അതല്ലെങ്കിൽ കുറഞ്ഞത് 1 വർഷത്തെ കനേഡിയൻ വർക്ക് പെർമിറ്റിന് ശേഷം സ്ഥിരതാമസത്തിലേക്ക് അപേക്ഷിക്കാം. ഭാഷാ പ്രാവീണ്യത്തിന് എക്സ്പ്രസ് എൻട്രിക്ക് സമാനമായ സ്കോറുകളും പരിഗണിക്കുന്നതിനാൽ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.